ഹായ് എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇന്ന് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോവാണ്, എൻഗേജ്മെൻറ്റിന് പോവാണ് ഇന്ന്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യും, ഹൗ വിൽ യു ഡു ദ മേക്കപ്പ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കൺസീലറാണ് എടുക്കുന്നത്. ഇത് ബി ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസീലറാണ് കേട്ടോ. കോക്കി പ്രൊഫഷണൽ എന്ന് പറയുന്നൊരു കൺസീലർ. ഈ കൺസീലർ എനിക്ക് ഇച്ചിരി ഒരു ലൈറ്റാണ്, പക്ഷെ എന്നാലും നമുക്കത് ഫൗണ്ടേഷൻ എല്ലാം കൂടെ ബ്ലെൻഡ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ വരും. ഓക്കെ, അപ്പോൾ കൺസീലർ ബ്ലെൻഡ് ചെയ്യാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഒരു വൈറ്റിഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് ഫൗണ്ടേഷനോട് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ആക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൺസീലർ ഇട്ട് കഴിഞ്ഞു. ഇനി ഫൗണ്ടേഷൻ ഞാൻ ഇവിടെ എടുക്കുന്നത് മേക്കപ്പ് ഫോർ എവറിൻ്റെ ഫൗണ്ടേഷനാണ്. അൾട്രാ HD എന്ന് പറയുന്ന ഫൗണ്ടേഷൻ. ഇതെനിക്ക് ഇച്ചിരിയോടെ ഒരു ഡാർക്കാണ് എനിക്ക്. അപ്പോൾ നേരത്തെ ആ കൺസീലർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബ്ലെൻഡായി കിട്ടിക്കോളും. ഡോട്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കണ്ണാടി എടുക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മുടെ കൈ കൊണ്ടും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഒരു വിഷ് പോലെ ഇരിക്കും. എനിക്ക് എൻ്റെ കൈ കൊണ്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു കംഫർട്ടബിളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നെക്സ്റ്റ് കൺസീലറും ഇട്ടു, ഫൗണ്ടേഷനും ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രോൺസർ അപ്ലൈ ചെയ്യാം. ബ്രോൺസറാണ് ഇവിടെ എടുക്കുന്നത്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രോൺസറാണ് കേട്ടോ. അതൊക്കെ വളരെ ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒരുപാടിട്ട് ഓവർഡൂ ആക്കേണ്ട ആവശ്യം. ഡബിൾ ചിൻ ഹൈഡ് ചെയ്യേണ്ടവർക്ക് ഡബിൾ ചിൻ ഹൈഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രോൺസർ ഇട്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലഷ് ഇടാം. ബ്ലഷിന് ഞാൻ ഇവിടെ എടുക്കുന്ന ഫൊക്കല്യൂർ ലിപ്പ് ആൻഡ് ചീക്ക് ഡോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ലിപ്പിലും ഇടാം, ചീക്കിലും ഇടാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇത് ചീക്കിലിടാൻ പോവാണ്. ചിന്നിലിടുക. അപ്പോൾ ഐസിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്ന നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ലോക്കൽ ബ്രാൻഡാണ് കേട്ടോ. നമുക്ക് സാധാ ഒരു ലോക്കൽ ബ്രാൻഡ് ആയാലും മതി. ഇപ്പം നമുക്ക് നമ്മുടെ ഐസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ബ്രാൻഡ് ഉപയോഗിച്ചാലും മതി. അല്ലാതെ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ടു ഫേസ്റ്റിൻ്റെയൊക്കെ അനസ്തേസിൻ്റെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ലോക്കൽ ബ്രാൻഡ് ഉപയോഗിച്ചാലും മതി. കണ്ടോ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ? അപ്പം അതേപോലെ തന്നെ ഇതും വരയ്ക്കണം നമ്മൾ. അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഏകദേശം അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ അതൊന്ന് വരച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യാനുള്ളത്? നമുക്കിനി നെക്സ്റ്റ് വി ഹാവ് ടു ഡു സം ഐ ഷാഡോ ഇനി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് നോട്ടി ഡാറോച്ച് എന്ന് പറയുന്നൊരു പാലറ്റാണ്. നോട്ടി ഡാറോച്ച്. നമ്മൾ ഈ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ ചെയ്യുന്നത്. ലുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് സ്മോക്കി ഐസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്മോക്കിയും പിന്നെ ഒരു ലൈറ്റ് ഗ്ലോസി ലിപ്സോടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആക്ച്വലി ജിമിക്ക് കമ്മലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷെ അത് ജിമിക്ക് കമ്മൽ ഇടുമ്പോൾ നമ്മളൊരു പൊട്ടിടുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ പൊട്ടിടുന്നില്ല. ഞാനത് പൊട്ടൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് അതിന്. അപ്പോൾ ഞാനൊരു ലൈറ്റർ ഷെയ്ഡ് ആദ്യം എടുക്കുവാണ്. ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ബേസായിട്ട് ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇനി നമ്മൾ കുറച്ച് ബേസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ബ്രൗൺ, അതായത് ഈ നോട്ടി എന്ന് പറയുന്നത് തന്നെ ഈ ഷെയ്ഡ് ഈ കാണുന്ന ആ ഷെയ്ഡല്ല, എന്നാൽ നമുക്ക് സ്പൈസി എന്ന് പറയുന്നൊരു ഷെയ്ഡ് എടുക്കാം. സോറി, ആ ഷെയ്ഡല്ല, സ്പൈസി എന്ന് പറയുന്ന ഈ ഷെയ്ഡ് മനസ്സിലായോ? ആ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഔട്ടർ ഭാഗത്തുനിന്ന് വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരിക്കും.
ഓക്കെ, അപ്പോൾ 2 കണ്ണിലും വരച്ചിട്ടുണ്ട്. ഇനി ഈ പാലറ്റിൽ നിന്ന് നമുക്ക് വേറൊരു കളറൂടെ എടുക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ബ്ലാക്ക് എടുക്കാനുണ്ട്, ബ്ലാക്ക് കളർ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റിഫായിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ട്, ഇത് വേറെ ബ്രഷ് കേട്ടോ, ഇങ്ങനെ കുറച്ച് സ്റ്റിഫായിട്ടുള്ളൊരു ബ്രഷാണ്. അതെടുത്തിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് ഐ ഷാഡോ അവിടെ നിന്ന് എടുക്കുക. കണ്ടോ ഈ ബ്ലാക്ക്, ഇത് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇത് ഉപയോഗിക്കുക. നമ്മുടെ കണ്ണിൻ്റെ, അതായത് നമ്മുടെ ഐലൈനർ ഇടുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. കണ്ടോ? പക്ഷെ ഇത് ഇച്ചിരി കൂടുതലായി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് മായ്ച്ചിട്ട് കളയാം. ഇതിപ്പോൾ ഒരു ഐലൈനർ ഇട്ട് പോലെ ഉണ്ട് ആ ഭാഗത്ത്. ഇപ്പോൾ ഈ കണ്ണിലുമായിട്ട് ഇങ്ങനെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുത്താലും മതി. ഇത്രയൊക്കെ എഴുതിയാലും മതിയായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഇച്ചിരി കൂടുതലായിപ്പോയി. അപ്പം അങ്ങനെ കൂടുതലായി പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളതൊന്ന് അവിടെ ഒരു ലൈറ്റർ ഷെയ്ഡ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ അതൊന്ന് ലൈറ്ററാക്കി നമുക്ക് കിട്ടുമായിരിക്കും. നേരത്തെ തന്നെ ബ്രഷ് എടുത്തിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് അവിടെ ഒന്ന് ഈ ലൈറ്റർ ഐ ഷാഡോ വെച്ച് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കുറഞ്ഞില്ലേ? ഈ കണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ണിൽ കുറച്ചുകൂടെ ഒന്ന് സ്പഞ്ച് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. കണ്ടോ? ഇപ്പം രണ്ടും ഏകദേശം ഒരേപോലെയായി. അപ്പം നമുക്ക് കണ്ണിൻ്റെ താഴെയായിട്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്മജ് ഔട്ട് ചെയ്താലും മതി. എന്നിട്ട് താഴെ കണ്ണിൻ്റെ താഴെയായിട്ട്, അത് നമ്മൾ കാജലൊക്കെ എഴുതുന്നത് ഇവിടെ വാട്ടർ ലൈൻ ആണോ ഇതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് എല്ലാം ഒന്ന് പ്ലേസിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സ്മോക്ക് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് മസ്കാര ഇട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഐപ്പൻ ഉണ്ടല്ലോ, ഐപ്പൻ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ഇതിൽ കൂടെ ഒന്ന് അങ്ങനെ ചെയ്താൽ ഭയങ്കര ഒരു വൃത്തികെട്ട ലുക്കിൽ വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണ്ട.
നമുക്കിനി നെക്സ്റ്റ് ഇനി നമുക്ക് ചുണ്ടിലേക്ക് പോവാം. വിൽവയുടെ ലിപ് ബാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ചുണ്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലൈറ്ററായിട്ടുള്ളൊരു ഇത് ഹുഡ ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഈ ലിപ്പ് ലൈനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ലൈൻ മാത്രമല്ല, നമുക്ക് അതിൻ്റെ അകത്തൂടെ ഒന്ന് എഴുതി കൊടുക്കാം. നമുക്കിനി മസ്കാര ഉപയോഗിക്കാനുണ്ട് കേട്ടോ. മസ്കാര ഉപയോഗിക്കാൻ മറന്നുപോയി. അപ്പോൾ മസ്കാരയ്ക്ക് ഞാനിവിടെ എടുക്കുന്നത് ഫേസസ് കാനഡയുടെ മസ്കാരയാണ് കേട്ടോ. ഇത് നല്ലൊരു മസ്കാരയാണ്, കുറച്ച് അഫോർഡബിൾ ഒക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് എന്നാ ചെയ്യേണ്ടത്? ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ലിപ് ഗ്ലോസ് ഉപയോഗിക്കാം. ഷേംബറിൻ്റെ ഒരു ലിപ് ഗ്ലോസ്. നമുക്ക് ചുണ്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാം. പക്ഷേ ചുണ്ട് ഞാൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കണം, ഇല്ല അല്ലെങ്കിൽ ശരിയാകത്തില്ല. എനിക്കൊന്ന് ഇച്ചിരി ഭയങ്കര ലൈറ്റായി പോയി തോന്നുന്നത്. സോ ദിസ് ഈസ് ദ ലുക്ക്. ഇങ്ങനെ ഒരു സ്മോക്കി ആയിട്ട് ചെയ്തിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ലുക്ക്. പിന്നെ ഞാൻ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്നും ഉപയോഗിക്കാറില്ല. അതൊക്കെ ഉപയോഗിക്കണം, പക്ഷേ ഞാൻ ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടോ. ഇതിപ്പോൾ ഇവിടെ അടുത്താണ് ഈ പരിപാടി, അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്ത് വരെ പോയാൽ മതി. സോ ദിസ് ഈസ് ദ ലുക്ക്, ദ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവസാനമായിട്ട് എന്തെങ്കിലും ടച്ചപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു ഇയറിങ്സ് ഇട്ടു, വളയിട്ടു, മുടി നഴിച്ചിട്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അത്യാവശ്യം നന്നായിട്ടാണ് വന്നിരിക്കുന്ന മേക്കപ്പ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ.